കോൺഗ്രസിന്റെ ഏത് നേതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എത്ര സീറ്റ് നേടുമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉത്തരം മുട്ടാതെ പറയുന്ന ഒരു സംഖ്യയാണ് 100 മുതൽ 110. അതായത് ഈ ഒരു കണക്ക് കേൾക്കുമ്പോൾ ഒരു മുഖം കൂടി, ആരും ചർച്ച ചെയ്യാത്ത ഒരു മുഖം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. ഷാഫി പറമ്പിൽ. ആരാണ് ഷാഫി പറമ്പിൽ? ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അത് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യണം. അതിനുശേഷം ഷാഫി പറമ്പിൽ ആഗ്രഹിക്കുന്നത് ആര് മുഖ്യമന്ത്രിയായി വരണമെന്ന്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ചാണ്ടി ഉമ്മൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം അതൊന്ന് കേൾക്കണം. ഓക്കെ, നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു കുടുംബത്തിന്റെ വേദന. ആദ്യം 3 വർഷക്കാലം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ വേട്ടയാടുക. അത് കഴിഞ്ഞിട്ട് CBI എൻക്വയറി. അതിനു മുമ്പ് അദ്ദേഹത്തിനടുത്ത് റേപ്പ് കേസിന്റെ ചാർജ് ഞാൻ പറയണോ? അപ്പം എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇതൊന്നും ചെയ്തില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഒരു മകൻ, അതായത് ഒരു അച്ഛനെ പറ്റിയിട്ട് ചിലർ വെറുതെ ഇല്ലാത്ത കാര്യം പറയുമ്പോൾ ഒരു മകൻ എത്ര ടെൻഷൻ അടിക്കും. പാവം ഈ ചാണ്ടിയുമ്മന്റെ ഈ ഒരു വാക്കിൽ നിന്ന് എനിക്കതാണ് മനസ്സിലായത്. സരിതക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്ന് കോൺഗ്രസ് സർക്കാരിനോട് ഞാൻ പറയാം. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യമല്ലേ സരിത പറഞ്ഞത്. പാവം ആ മനുഷ്യന് മരണത്തിൽ മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ കുടുംബവും ഞാൻ നയിച്ച കേരളവും അറിയണം. അദ്ദേഹം ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടി സാറിന് രോഗം വന്ന് മല്ലടിച്ചത് തന്നെ ഈ വലിയൊരു കേസ് വന്നപ്പോഴാണ്. നിങ്ങൾ നോക്കൂ പൊന്നു മനുഷ്യന്മാരെ, 5 ലക്ഷം മുക്കി, 5 കോടി മുക്കി എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്താൽ നമുക്ക് സഹിക്കാം. പക്ഷെ പെണ്ണ് കേസ്, വെറുതെ സരിതയെ പോലെയുള്ള വൃത്തികെട്ട ജന്തുക്കൾ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താവും അവസ്ഥ? സ്വന്തം ഭാര്യയുടെ മുഖം എങ്ങനെ നോക്കും ഉമ്മൻചാണ്ടി സാർ? സ്വന്തം മക്കളുടെ മുഖം എങ്ങനെ നോക്കും? അപ്പോൾ ആ ഉമ്മൻചാണ്ടി സാറ് മരിച്ച സമയത്താണ് സരിത എന്ന വൃത്തികെട്ടവൾ പച്ചക്കളവ് പറഞ്ഞത് എന്ന് നമുക്കറിഞ്ഞത്. അതിന് തക്കതായിട്ടുള്ള ശിക്ഷ സരിതക്ക് ദൈവം കൊടുത്തു. സരിത നിലവിൽ രോഗം കൊണ്ട് മല്ലടിക്കുകയാണ്. സരിതക്ക് അതായത് മാറാത്ത രോഗമാണ്. ആ രോഗം എത്രയും പെട്ടെന്ന്, നമ്മൾ മനുഷ്യന്മാരാണ്, ആർക്കും രോഗമൊന്നും വരരുതേ എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, മുമ്പ് നമ്മൾ 2000 കാലഘട്ടത്തിലൊക്കെ ഒരു തെറ്റ് ചെയ്താൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് 10-25 വർഷം കഴിഞ്ഞിട്ടാണ്. നിലവിൽ അങ്ങനെയല്ല. ഞാൻ ഇന്നൊരു കുറ്റം ചെയ്താൽ 3 ദിവസത്തിനുള്ളിൽ ദൈവം അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ തരും. അതിൻ്റെ അർത്ഥമാണ് കർമ്മ. അതായത് നിലവിൽ സരിത അനുഭവിക്കുന്നത് കർമ്മയാണ്. വലിയ രോഗമാണ് സരിതയെ വേട്ടയാടുന്നത്. അതിനെക്കുറിച്ചിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല, വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. ആരാണ് ഷാഫി പറമ്പിൽ? നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം ഷാഫി പറമ്പിലിൻ്റെ ഇഷ്ടം, ആര് മുഖ്യമന്ത്രിയായി വരണമെന്നാണ് ഷാഫി പറമ്പിലിൻ്റെ ആഗ്രഹം, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നീട് പിണറായി വിജയൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അത് ഞാൻ വെച്ച് തരാം. കേട്ടാൽ നിങ്ങൾ ചിരിച്ച് ചാവും. അതായത് പിണറായി വിജയൻ 100-ൽ 101% ഉറപ്പിച്ചു തലസ്ഥാനം വിട്ടു എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്, അത് വെച്ച് തരാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഷാഫി പറമ്പിലിൻ്റെ ഒരു വീഡിയോ ആദ്യം കാണാം. ഓക്കെ, മത്സരത്തിനിറങ്ങുന്ന ഷാഫിയേക്കാൾ അപകടകാരിയാണ് UDFന് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്ന ഷാഫി എന്ന് എതിരാളികളുടെ പ്രൊഫൈലുകൾ വരെ വലിയ രീതിയിൽ ചർച്ച നടത്തിയ ഒരു തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് കഴിഞ്ഞുപോയത്. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുക, ചേർത്തു പിടിക്കുക, ഇതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാർക്കും സാധ്യമാവുന്ന ഒന്നല്ല. അവിടെയാണ് ഷാഫി എന്ന രാഷ്ട്രീയക്കാരൻ വേറിട്ട് നിൽക്കുന്നതും ജനഹൃദയങ്ങൾ കീഴടക്കുന്നതും. ഷാഫിയേക്കാൾ അറിവുള്ള, ഷാഫിയേക്കാൾ നന്നായി പ്രസംഗിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ ഇന്ന് കേരളത്തിലുണ്ടാവാം. പക്ഷെ അവർക്കൊന്നും ഷാഫി ഉണ്ടാക്കുന്നത് പോലെ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ആളുകൾക്കിടയിലേക്കുള്ള ഇറങ്ങി നടത്തവും കെട്ടിപ്പിടുത്തവുമൊക്കെ അയാളുടെ അഭിനയമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല. പക്ഷെ ആ സംശയത്തിനൊക്കെയുള്ള മറുപടി പാലക്കാടൻ ജനത വളരെ മനോഹരമായി പറഞ്ഞു തന്നതാണ്. വടകരയിൽ മത്സരിക്കാനായി പാലക്കാട് നിന്നും അയാൾ യാത്ര പുറപ്പെട്ട ദിവസം പാലക്കാടൻ ജനത അയാൾക്ക് നൽകിയ യാത്രയയപ്പ് ഏറെ വൈകാരികമായിരുന്നു. നിറകണ്ണീരോടെയുള്ള അമ്മമാരുടെ ചേർത്തുപിടിക്കലും കണ്ടമിടറിയുള്ള യുവത്വത്തിന്റെ മുദ്രാവാക്യവിളിയും ഷാഫി പറമ്പിൽ എന്ന വ്യക്തി വെറുമൊരു MLA മാത്രമല്ല, ഞങ്ങൾക്ക് കൂടപ്പിറപ്പാണെന്ന് വിളംബരം. ഓക്കെ, ആരാണ് ഷാഫി പറമ്പിൽ എന്നൊരൊറ്റ കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ. ഷാഫി പറമ്പിലിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു എക്സാമ്പിൾ
നിങ്ങൾ ജസ്റ്റ് ഒന്ന് വടകരയിലേക്ക് പോയി നോക്കിയാൽ മതി. വടകരയുടെ വിവിധ ഇടങ്ങളിൽ MP ഓഫീസ് ഉണ്ട് നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ. എന്തിന്? AC ഇട്ട ആ ഒരു ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് ഷാഫി പറമ്പിൽ വന്നിട്ട് AC കൊള്ളാനല്ല. പാവങ്ങളായ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ ലോൺ എടുത്ത് ജപ്തി ഭീഷണി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ വലിയ രോഗത്തിലാണെങ്കിലോ, മക്കൾക്ക് വലിയൊരു രോഗം, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്, പൈസയില്ല കയ്യിൽ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലുള്ള അമ്മമാർക്കും സഹോദരങ്ങൾക്കും ആ ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കാം. ഷാഫിക്ക, ഞങ്ങൾ ഇന്ന വലിയൊരു പ്രശ്നത്തിലാണ് ഷാഫിക്ക. അങ്ങനെ നിരവധി ഓഫീസുകളാണ് വടകരയിൽ MP ഓഫീസ് ഉള്ളത്. ഷാഫി പറമ്പിൽ എന്തായാലും ഒരു മാസത്തിൽ 10-12 ദിവസം ഓഫീസ് സന്ദർശിക്കും. അപ്പോൾ ഈ വരുന്ന കുറേ അമ്മമാരൊക്കെ പരാതി കൊടുത്ത പരാതികളൊക്കെ ഷാഫി പറമ്പിൽ നോക്കും. അതിനുശേഷം അതിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള പരാതികൾ ഷാഫി പറമ്പിൽ ആ നിമിഷത്തിൽ തന്നെ അതിനെ പരിഹരിക്കുന്നു എന്നാണ്. ചിലതിനൊക്കെ സമയമെടുത്തിട്ട്, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ ഒരു കടം തീർന്നിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു വഴി, അങ്ങനെയുള്ളത് ഷാഫി പറമ്പിൽ അപ്പം തന്നെ സ്പോട്ടിന് ക്ലോസ് ചെയ്യും. അല്ലാതെ 10 ലക്ഷം കടമെടുത്തിട്ട് വലിയ വീട് വെച്ചു, പക്ഷേ അത് ലോൺ അടക്കാൻ ഇപ്പോൾ ഭയങ്കര ജപ്തി ഭീഷണിയാണ്, വലിയ ബഡ്ഡിയാണ്. അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിൽ അവിടുത്തെ ബാങ്കുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ ആ ബഡ്ഡി ഇല്ലാതാക്കിയിട്ട് മാസത്തിൽ ഗന്ത് എന്ന് പറയും, അതായത് 10,000 കെട്ടേണ്ടതാണെങ്കിൽ ഒരു 3,500 വെച്ചിട്ട് കെട്ടിയിട്ട് ചെറിയ തുകയായിട്ട് കെട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ ഷാഫി പറമ്പിലാക്കി കൊടുക്കും. അതാണ് ജനനായകന്. അതായത് നിങ്ങൾ നോക്കൂ, ഒരു എക്സാമ്പിളും കൂടി പറയുകയാണ്. ഞാനുള്ളത് കാസർഗോഡിലാണ്. ഇന്ന് കാസർഗോഡിൽ വലിയൊരു പ്രശ്നം, അതായത് നിങ്ങളൊരു എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നം ഇവിടെ വന്നു, മഴ വന്നിട്ട് റോഡ് തകർന്നു, അങ്ങനെ നിങ്ങൾ ചെറിയ രീതിയിൽ സങ്കല്പിക്കൂ. ആദ്യം ഓടിയെത്തുന്നത് ഇവിടുത്തെ MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനല്ല, MLA ആയിട്ടുള്ള AK അഷ്റഫ് അല്ല, ഷാഫി പറമ്പിലായിരിക്കും. അതങ്ങനെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താവട്ടെ, എറണാകുളത്താവട്ടെ, എവിടെയാവട്ടെ, ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തുന്നത് ഷാഫി പറമ്പിലാണ്. ഓടിയെത്തുന്നത് മാത്രമല്ല, അതിന് പരിഹരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വലിയ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ആ പ്രശ്നത്തെ ആരാണ് പരിഹരിക്കുന്നത്? അപ്പം തന്നെ കോൾ ചെയ്തിട്ട് വിളിച്ചിട്ട്, ഇവിടെ പാവങ്ങളാണുള്ളത്, എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഒരു പേരാണ് ഷാഫി പറമ്പിൽ. അതിന് അയാളെ ചിലർ സുഡാപ്പിയാക്കുന്നുണ്ട്, ചിലർ സംഖ്യയാക്കുന്നുണ്ട്. ചില സമയത്ത് ഷാഫി പറമ്പിൽ സംഖ്യയാണ്, ചില സമയത്ത് ഷാഫി പറമ്പിൽ സുഡാപ്പിയാണ്. അങ്ങനെയാണ് വേണ്ടത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം പറയാം, വർഗീയത എന്ന് പറയുന്ന ഒരു ഇത്തിരിയെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് നമ്മുടെ ഷാഫി പറമ്പിൽ, അതാണ് ഷാഫി പറമ്പിലിനെ. അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ അഭിപ്രായത്തിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്ന് നമ്മൾ കഴിഞ്ഞ തവണ, അതായത് ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞ ഉത്തരം VD സതീശനാണ്. അതിൻ്റെ കാരണം, പൊന്നുമനുഷ്യന്മാർ, ഒരുപക്ഷെ VD സതീശൻ വേണ്ട എന്നാണ് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ആരാണ് VD സതീശൻ? അതായത് കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയത്ത് 2 തവണ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അധികാരം ഇല്ലാതായപ്പോൾ കേന്ദ്രത്തിൽ ഇന്ത്യ ടുഡേ അടങ്ങുന്ന വാർത്ത കൊടുക്കുകയാണ്. അതായത് ഈ പറയുന്ന കോൺഗ്രസ് എന്നേക്കുമായിട്ട് ഇല്ലാതായി, ഇനി കേരളത്തിൽ മത്സരം CPM-ഉം BJP-യും തമ്മിലാണ്, കോൺഗ്രസ് എന്ന പ്രസ്താവന തീർന്നു എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന സമയത്താണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. നോക്കൂ നിങ്ങൾ, VD സതീശൻ പ്രതിപക്ഷ നേതാവായ ആ സമയത്ത് കോൺഗ്രസിൻ്റെ ജയമാണ്. എങ്ങനെ ജയിച്ചു എന്നല്ലേ? പിണറായി വിജയൻ കാണിക്കുന്ന ആ ദുർബലമായ ഭരണത്തെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ പൊളിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് 100-110 സീറ്റ് നേടുമെന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നത്. ഷാഫി പറമ്പിലൊക്കെ, അതായത് ഷാഫിയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ എത്ര വളർത്തിയത് VD സതീശനാണ് എന്ന് നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു കേസായി, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ കേസിൽ നിന്ന് ഒഴിവായതിനു ശേഷം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉറപ്പായിട്ടും പാർട്ടിയിൽ എത്തിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, മറ്റൊരു വാർത്തയിലേക്കൊക്കെ കടക്കാം. ഓക്കെ, പിണറായി വിജയൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, കണക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയൊരു വിവാദമായിരുന്നു. അത് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ തങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടില്ലേ, കണക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. അപ്പം പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, പുള്ളി കണക്ക് പുറത്തെന്ന് പറയത്തില്ലല്ലോ അല്ലേ
എന്നൊക്കെ അങ്ങനെ പലരും രസകരമായിട്ടും കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിന്റെ സന്ദർഭമാണല്ലോ പ്രധാനം. അതെ, സന്ദർഭം ക്ഷണിക്കാത്തൊരിടത്ത് ഒരു കൂട്ടർ എത്തിപ്പെടുകയാണ്. അവരെ ക്ഷണിച്ച കാര്യമല്ല, അവർ വരേണ്ട കാര്യമില്ല. കാരണം ഒരു സംഭാഷണം നടക്കുന്നതാണ്. ആ സംഭാഷണത്തിന് മീഡിയയുടെ പ്രസൻസേ ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ഞാൻ എത്തുമ്പോൾ ഇവരെല്ലാവരും ആ മുറിയിൽ ക്യാമ്പടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ദയവായി ഒന്ന് പുറത്തേക്ക് വരുമോ എന്നല്ല ചോദിച്ചത്. സാധാരണഗതിയിൽ നിങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. അതൊരു കണ്ണൂർ ഭാഷയാണോ? അത് സാധാരണ പറയുന്നൊരു കാര്യമല്ലേ. പുറത്ത് കിടക്ക് എന്ന് പറയും, കടക്ക് പുറത്ത് എന്ന് പറയും. അങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ലേ. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ എന്തിനാണ് കടക്ക് പുറത്ത്? ഇപ്പം ഞാൻ നിങ്ങളോട് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം തരാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലാതെ കടക്ക് പുറത്ത് പറയേണ്ടത്. നിങ്ങൾ മുഖ്യമന്ത്രിയാണെന്നേ, അല്ലാതെ നിങ്ങളുടെ ബിസിനസ്സെ കുറിച്ച് ഞാൻ ചോദിക്കുന്നതല്ല. കേരളത്തെ നയിക്കുന്നതിനെ കുറിച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. അതിനിപ്പോൾ ഇൻഫ്ലുവൻസറോ യൂട്യൂബറോ അങ്ങനെയൊന്നുമില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ കാണിക്കുന്ന ആ നിരകെട്ട ഭരണത്തെക്കുറിച്ചിട്ട് അതിന് നിങ്ങൾ ഉത്തരം തരാൻ തയ്യാറാവണം മിസ്റ്റർ പിണറായി വിജയൻ. പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, ഒരു തെറ്റ് മനുഷ്യന്മാർക്ക് പറ്റും. നിങ്ങൾക്ക് എത്ര തെറ്റാണ്? മൈക്കയൊക്കെ നിങ്ങൾ തെറിവിളിച്ചിട്ടില്ലേ? ഒരാൾ സെൽഫി എടുക്കാൻ, നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫി എടുക്കാൻ വരും. അപ്പോൾ നിങ്ങൾ അവരുടെ ഫോണൊക്കെ വലിച്ചെറിഞ്ഞിട്ടില്ലേ? അപ്പോൾ ഞാനേതായാലും തൽക്കാലം നിർത്താൻ പോവുകയാണ്. അടുത്ത വീഡിയോയുമായി വരാം. ഓക്കെ. പിണറായി വിജയൻ്റെ ഈ ദുർബലമായ ഭരണം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. അവസാനിക്കുമെന്ന് ആത്മവിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്ന അടുത്ത വീഡിയോയുമായി ഇടം വരാം. ഓക്കെ, ബൈ.